ഹലോ ഗൈസ്, അപ്പൊ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. അപ്പൊ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ മാസങ്ങൾക്ക് മുമ്പ് എടുത്തതാണ്. എഡിറ്റർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ അവസരം ഇപ്പോഴാണ് കിട്ടിയത്. അല്ലാതെ എഡിറ്റ് ചെയ്തിടാനുള്ള മടി കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇതുപോലെ എത്ര വീഡിയോസ് ഇനിയുണ്ടെന്നറിയാവോ? അത് ഇതുപോലെ പുറത്തിറക്കാൻ നിങ്ങൾ സഹായിക്കണം. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തോ. ഇതൊക്കെ കാണുമ്പോൾ എഡിറ്ററിന് ഒരു മോട്ടിവേഷൻ ആകും. അങ്ങനെ വീഡിയോസ് പുറത്തിറങ്ങും. അപ്പോ എങ്ങനെയാ, തുടങ്ങുമല്ലേ? നമ്മളാരെ കാണാൻ പോവാ? നമ്മുടെ മീനൂട്ടിയിലെ ഞങ്ങൾ കല്യാണത്തിന് വന്നേ, പക്ഷെ ഞങ്ങൾക്ക് കാണേണ്ട വേറെ ആളെ. ഞങ്ങൾക്ക് ഫസ്റ്റ് മീനൂട്ടിയാണ് കാണേണ്ടത്. പിന്നെ നമ്മൾ മെയിൻ വ്ളോഗ് എടുക്കാനും വീഡിയോ എടുക്കാനും ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. മീനൂട്ടി ഞങ്ങൾ കുറെ നാളുകൊണ്ട് പ്ലാൻ ചെയ്തതാടി, പക്ഷേ ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. എക്സാമിന്റെ സമയമായതുകൊണ്ട് ഇത്രയും താമസമല്ലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് തന്നെ നിന്നെ ഹാപ്പി ആക്കാൻ നോക്കിയാടി. സോറി ലേറ്റ് ആയാലും. എക്സാം ആയതുകൊണ്ടല്ലാതെ നമ്മൾ നേരത്തെ തന്നെ ഞാൻ കണ്ടേ. മീനാശേഷി വിളിക്കുന്നു. അപ്പം നിങ്ങൾ മുമ്പത്തെ ക്ലിപ്പിലെല്ലാം അവർ വരുന്നതൊക്കെ കണ്ട് കാണുന്നവർ ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് കുറച്ച് നേരത്തെ മുമ്പ് എത്തും. ഞങ്ങളിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒട്ടും വിചാരിച്ചില്ല ഇന്ന് ഞങ്ങൾ മീറ്റ് ചെയ്യുമെന്ന്. 3 പേരായിട്ട് മീറ്റ് ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷയില്ല. പെട്ടെന്നായിരുന്നു. ഇന്ന് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിലെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് ഞങ്ങൾ പോവാം. അപ്പം അവളുമാർ ഉടനെ തന്നെ എത്തും. ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ റെഡിയായിരുന്നു. ഒട്ടും സമയമില്ല. അവളുമാർ വന്ന് അവളുമാർക്ക് ഒരുങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. അവളുമാർ വരുമ്പോൾ നമുക്കൊരു ഇൻട്രോ ഒക്കെ എടുക്കാം. അപ്പം ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്. നമ്മൾ പിന്നെ എല്ലായിടത്തും താമസിച്ചാണ് പോയത്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഭയങ്കര എക്സൈറ്റഡാണ് ഗൈസ്. ഒരുപാട് ദിവസം അവരെ കണ്ടിട്ട് തന്നെ അവരെ കാണുമ്പോഴാണ് ഒരു ഹാപ്പിനെസ്സൊക്കെ വരുന്നത്. അപ്പം അവർ വരുമ്പം ഇൻട്രോയും അതുപോലെ ഇനിയുള്ള ക്ലിപ്സും എല്ലാം കാണിക്കാനാണ്. ബൈ. കൊള്ളാലോ. അവിടെ നിന്ന് വ്ളോഗോ? Hey guys, welcome to our YouTube channel. എനിക്ക് അമ്മയെ തോന്നി എനിക്ക് പ്ലാനിങ് കണ്ടിട്ടെന്താ തോന്നുന്നത്? വിടാതെ അപ്പൊ തുടക്കത്തിൽ കാണിച്ച പൂക്കയുടെ കഥ പറഞ്ഞു തരാം. ഇവരെല്ലാരും കൂടെ കൊടൈക്കനാലിൽ ട്രിപ്പ് പോയത് ഓർമ്മയില്ലേ? ഓർമ്മയില്ലാത്തവരും കാണാത്തവരും ചാനൽ കയറി തമ്മിലുള്ള വീഡിയോ കാണേണ്ടതാണ്. അപ്പൊ അവിടെ വെച്ചാണ് മീനൂട്ടി പൂക്കയെ കാണുന്നത്. ഫസ്റ്റ് സൈറ്റ് മീനൂട്ടി ഫെൽ ഇൻ ലവ് വിത്ത് പൂക്കെ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പൂക്കയെ കാണുന്നില്ല. അതെ ഗൈസ്, ഈ ഫോട്ടോയിൽ മീനൂട്ടി പിടിച്ചു വെച്ചേക്കുന്ന പെൻകിൻ അഥവാ പൂക്കി മിസ്സായി. പിന്നെ ശേഷം മേഘുനും പാറുനും ഇവർ സമാധാനം കൊടുത്തിട്ടില്ല. എപ്പോഴും ആ പൂക്കയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടായതും അവർക്ക് ഈ ഐഡിയ തോന്നിയതും. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പിന്നെന്തൊക്കെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം? ബൊമ്മ എന്തോത്തിന്റെ അത് ബൊമ്മ പിന്നെ വേറെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമല്ല, ഒരു ജീവി. മനുഷ്യജീവിയല്ല. അത്ര അടുപ്പമുള്ള അടുപ്പമുള്ള നിന്റെ വീട്ടില് നിനക്ക് ഏറ്റവും അടുപ്പം അതെ പൊട്ടിയിരി. അതിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ വായിക്കും. എന്നിട്ട് റിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ടു അവർ BBF ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ. ഇവിടെ ഇതൊക്കെ മാറ്റി അടുത്ത പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കുന്നു ഗയ്സ്. എന്താ ചെയ്യാനാ എന്റെ പാക്കിങ് കൈയിറങ്ങി.
പേടിക്കണ്ട, പൊട്ടുവാണേ 4 രൂപ കൂടി പൊട്ടിത്തോള്. ഞാൻ ബാഗ് എടുക്കുന്ന എന്തിനാ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോടി ഇനിയുണ്ടോ ഇനിയുണ്ടോ അത് നോക്ക് പിടിച്ചിട്ട് നോക്ക എന്തുവാ പിന്നെ നോക്കാം ഇനി നോക്കാം 2 ഓപ്ഷൻ വെച്ചേ കൊച്ചിനായിട്ട് വെപ്രാളപ്പെടുത്തുന്നോടെ നിങ്ങള്. വിടാനല്ല വന്നത്, നമ്മൾ സത്യത്തിൽ നിങ്ങള് ഗിഫ്റ്റ് തരാനാ വന്നത്. എനിക്ക് ആ ഒരു രീതിയില്ല ഞങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും നിനക്ക് ഇടാനുണ്ട്. ഇനി മാറി തിരിഞ്ഞ് ഇതിട്ടോണ്ട് അവക്ക് പിന്നെ വീഡിയോ എടുക്കാനും ഒന്നും പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളെന്തൊക്കെ ഓർത്ത് വെച്ചോന്ന് ഗിഫ്റ്റ് ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ എക്സാം സമയമാണ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇത് 3 കൂടെ ഇത് കമ്മൽ കാണിക്കൂ ഗൈസ്. മോത്തിക്ക് മണിയൊക്കെ ഉണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ഒരുപാട്. ഇനിയിപ്പോ വാട്സാപ്പിൽ മീനൂട്ടിയുടെ സന്തോഷം ഞാൻ കരയേണ്ട സ്ഥാനത്തിന്റെ എനിക്കാണെങ്കിൽ സന്തോഷം കാരണം പ്രതീക്ഷിച്ചോ നീ? ഇല്ല എന്നുവെച്ചാ നിങ്ങൾ ഇന്ന് വരുമ്പോ എന്തെങ്കിലും ചിലപ്പോ കൊണ്ടുവരായിരിക്കും വിചാരിച്ചെടി. പക്ഷെ ഞാൻ ബാഗ് എടുക്കുന്ന അമ്മൂമ്മ ചോദിച്ചു ഇവള് വിളിക്കുന്ന നേരത്തെ എന്റെ ലിറ്റിൽ താങ്ക് യു. കല്യാണത്തിന് അയ്യോ ഇനിയിപ്പോ ഞങ്ങൾ അവസാനം കഴിക്കുന്ന സമയം വരേക്കും നമ്മൾ നോ താങ്ക്സ്. സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. റീയൂണൈറ്റ് ചെയ്ത് ഗൈസ് എത്ര ദിവസത്തിന് ശേഷം ഞങ്ങള് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാൻ ഞാൻ റെഡിയായി. നിങ്ങള് എന്നെ കരയിപ്പിച്ചു ഗൈസ്. എനിക്ക് കൊറേ സാധനങ്ങൾ കിട്ടി. ബർത്ത്ഡേക്ക് ഇപ്പൊ സന്തോഷായി. ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ഒക്കെ കണ്ടിട്ട് അവളുടെ ബർത്ത്ഡേ എക്സാമിന്റെ സമയത്തായോണ്ട് കൈയിരിക്കുന്നതാണ്. എന്ത് ചെയ്യാൻ അങ്ങനെ കുനിഞ്ഞു നിൽക്കണം. എനിക്ക് ട്രോളിടാണ് കേട്ടോ. താങ്ക് യു. പറഞ്ഞു തന്നേ. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഹൈടെക് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. ഒരുങ്ങാം. എല്ലാരും എന്റെ ആരാധകരാ. എന്ത് ചെയ്യാനാ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേഘ. ചെയ്യാനാ എന്നും ഇവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്മടെ പാറു റിച്ച കണ്ടില്ലേ?
പറഞ്ഞ ശരിയാ. ആ കല്യാണത്തിന് അത് ഞാൻ ഇടാം. നോക്കുന്നു ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല. ഞാൻ പക്ഷെ നല്ലതാട്ടോ, ഞാൻ പക്ഷെ നല്ലതാ. ഇവിടെ ബാക്കി ആരും കൊള്ളത്തില്ല. എവിടെയോ എന്തോ ഒരു തകരാറ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കാര്യമായിട്ട് പറഞ്ഞേ, ഞാൻ പറയിപ്പിച്ചൊന്നല്ല. വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ ഇറങ്ങാം. അങ്ങ് ദൂരെ ആരെയും ശ്രദ്ധിച്ചില്ല ഗൈസ്. ഞങ്ങള് ഭയങ്കര ഞങ്ങൾ വന്നു കയറിയപ്പോ തൊട്ട് എല്ലാരും നമ്മളെ നോക്കുന്നത്. കാരണം അത്രയ്ക്ക് ശബ്ദമായിരുന്നു. ആ ഹോളെ കുലുങ്ങിപ്പോയി. അത്രയും നേരം സൈലന്റ് ആയിരുന്ന ഹോള് പെട്ടെന്ന് അങ്ങ് അനങ്ങിയത് പോലെ. അതുമല്ല ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത് എല്ലാരും നമ്മളെ നോക്കും. ആ ഒരു ഇത് കിട്ടിയത് ഇവിടെ പറഞ്ഞ മേഘ പറഞ്ഞപ്പോഴാ. പിന്നെ എന്നാലും പിന്നെ സൈലന്റ് ആയൊന്നുമില്ല. ദിവസം ഉണ്ടായിരുന്നതിനുള്ള ക്ഷീണം ഇന്ന് തീർത്ത് മകയായിരുന്നു വീടൊക്കെ കിടന്ന് കുലുങ്ങായിരുന്നു. സത്യം. നമ്മളെ കൂട്ടത്തിൽ ഒരാളുണ്ട്, കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാള് ബാക്കി നടക്കുക. സന്ദീപിന്റെ വീട് വരെ പോയത്. നമ്മുടെ അടുത്തൊന്നും പെടത്തില്ല. ഇന്റർവെട്ടാ ഞങ്ങളുടെ എക്സ്ട്രോവേട്ടാ. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും നിങ്ങളായിരുന്നു, നമ്മളായിരുന്നു. എന്നെ മാത്രം കാണിക്കുന്നു. ഞാൻ ഈ ഫാത്തിമ കണക്ക് തട്ടൊക്കെ ഇട്ട് നടക്കുക. ഫാത്തിമ വെല്ലാൻ ഇവിടെ ആരും ഇല്ല ഗായ്സ്. ഫാത്തിമ വെല്ലാൻ ഞങ്ങള് മൂന്നൊരു സൈഡാക്കി നിർത്തുന്ന ഒരു സുന്ദരി ഇവിടെ നിപ്പോണ്ട്. ആരാണ് കാണിച്ചു കേട്ടോ. നിനക്കെല്ലാം ഉണ്ടടി, നിനക്കിടിലല്ല. അതാ പിന്നൊന്നും പറയാത്ത. ഫോട്ടോ എടുത്തിട്ട് നിനക്കിടിലം പറഞ്ഞാണ്. നിങ്ങൾ രണ്ടുപേരെ എനിക്ക് മൊന്നിച്ച് പാറു തന്നെ, നമ്മളില്ല പോരെ. പ്രോത്സാഹിക്കുന്ന ചങ്ക് കൊണ്ടുവരുന്ന ഗിഫ്റ്റ് ആണ്ട. ഇതില് മണിയുണ്ട് ഗൈസ്. ഓർഡർ ചെയ്തതിനെക്കാട്ടി അടിപൊളിയായത് ഇതാ. ശരിക്കും ഇഷ്ടപ്പെട്ട. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഇവിടെ ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ? രാവിലെ തുടങ്ങിയല്ലേ നമ്മൾ ഒരുക്കം. അപ്പൊ ഗൈസ് ബൈ. ഇന്നത്തെ കോട്ട ഇനി അടുത്ത കോട്ട വേണ്ടി കോട്ടയ്ക്ക് കാണാം. ഇതെല്ലാം കണ്ടോണ്ട് ഫാത്തിമ ഫ്രണ്ട് ഇപ്പോണ്ട്. നമ്മുടെ ക്യൂട്ടിപ്പായാണ് അതേണ്ട ഇപ്പൊ കാണിച്ചത്. ബൈ. ഓക്കെ ഗൈസ് ബൈ. ഇവിടെ വേറെയൊക്കെ നടക്കുന്നു. ഞാൻ ഇതിനകത്ത് ഗൈസ് ബൈ ബൈ. അവര് വിചാരിച്ചു അറിയാണ്ടൊക്കെ തരുന്നു. എനിക്കും തന്നു.